മുഹമ്മദ് അസ്ലമിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അസ്ലം, ഈ കേരള സർക്കാരിന്റെ അടക്കം മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതികളുണ്ട്. അത്തരത്തിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും അങ്ങനെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഛത്തീസ്ഗഡ് അടക്കമുള്ള ഇടങ്ങളിൽ ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ജവാന്മാരടക്കം വീരമൃത്യു വരിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 6 പേർ ഇങ്ങനെ സന്നദ്ധത അറിയിച്ച് കീഴടങ്ങാൻ എത്തുന്നത്. ഇവർ ഏത് ദളത്തിൽപ്പെട്ട ആളുകളാണ്? അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കുറച്ചുകൂടി വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ലതാ മുണ്ടഗുരു എന്ന് പറയുന്ന ആൾ പിന്നെ കർണാടകയിലെ മാവോയിസ്റ്റ് സംഘത്തിന്റെ തലവയായി പിന്നെ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് കർണാടക സർക്കാർ ലഭിക്കുന്ന വിവരം. അവർ 2000-ലാണ് സായുധ വിപ്ലവത്തിലേക്ക് പോയത്. അവിടെ ഒരു നാഷണൽ പാർക്ക് പിന്നെ കുഡേർമുഖ് എന്ന് പറയുന്ന നാഷണൽ പാർക്ക് പ്രൊജക്ടിന്റെ ഭാഗമായി കുടിയൊഴിക്കപ്പെട്ട ആദിവാസികൾപ്പെട്ട ഒരാളായിരുന്നു അവർ. അവിടെ ജനകീയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എഫക്റ്റീവ് അല്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് അവർ 2000-ൽ അവർ സായുധ വിപ്ലവത്തിലേക്ക് കടക്കുന്നത്. ശൃംഗേരി മേഖലയിലുള്ള ഒരു ആദിവാസി ആണ് ഇവർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവർ കൂടുതൽ ആക്റ്റീവായിട്ട് തന്നെ പിന്നെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് പറയുന്നു. അതുപോലെ തന്നെ സുന്ദരി എന്ന് പറയുന്ന സ്ത്രീ, അവരും ഇതുപോലെ തന്നെ ഈ നാഷണൽ പാർക്കിന്റെ അവിടെ ഭൂമി ഒഴിപ്പിക്കലിനെ തുടർന്ന് അവർ പിന്നെ ഭൂമി നഷ്ടപ്പെട്ട, സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. അവരെയും പിന്നെ ഇതുപോലെ 2004-ലാണ് അവരും സായുധ വിപ്ലവത്തിലേക്ക് പോയത്. വനജാക്ഷിയും ഇവരെല്ലാം ശ്രദ്ധിക്കുന്നതായിട്ട് ഇവരൊക്കെ ഒന്നുകിൽ സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതോ അല്ലെങ്കിൽ ഈ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഭൂമി ഒഴിപ്പിക്കൽ, ഭൂമി ഏറ്റെടുക്കൽ സംഗതികളിലൂടെ വനഭൂമി നഷ്ടപ്പെട്ട് അങ്ങനെ ഒറ്റപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ മറ്റു ആൾക്കാരുടെ വിവരം കൂടി വരുന്നുണ്ട്. ജയണ്ണ ആറോളി എന്നാണ് ഒരാളുടെ പേര്. അവരെല്ലാം എന്ത് ചെയ്യുക, ഈ ദിശയും പിന്നെ വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള അവരെ കുറിച്ചും പറയുന്നുണ്ട്. അവർ 2018 മുതലാണ് അവർ പിന്നെ മാവോയിസ്റ്റ് ഇതിലേക്ക് പോയത്. മറ്റു വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും പല അർത്ഥത്തിൽ പിന്നെ സർക്കാരുകളോട് പ്രതിഷേധവുമായി വരികയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാവോയിസത്തിലേക്ക് സായുധ വിപ്ലവത്തിലേക്ക് പോയവരുമാണ്. എന്തായാലും ഈ കർണാടക പിന്നെ കേരള അതിർത്തിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇവർ കീഴടങ്ങുന്നതോടുകൂടി അത് ഈ മേഖലയിലെ മാവോയിസ്റ്റ് ഭീഷണി കുറയും എന്നുള്ളൊരു കാര്യം. അവിടെയുള്ള ഏതെങ്കിലും ഇനി സായുധ വിപ്ലവത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈ മാവോയിസ്റ്റ് ഭീഷണി തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഈ മേഖല, ദക്ഷിണേന്ത്യൻ മേഖലയിൽ തന്നെ മാവോയിസ്റ്റ് ഭീഷണി ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ്, ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. എന്തായാലും സിറ്റിസൺ ഇനിഷ്യേറ്റീവ് ഫോർ പീസിന് നേതൃത്വമുള്ള ഈ ഒരു ചർച്ചകൾക്കൊടുവിൽ ഇന്ന് തന്നെ അവർ കീഴടങ്ങുന്ന വിവരം തന്നെയാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. ശരി അസ്ലം, കർണാടകയിൽ മലയാളിയായ ജിഷ ഉൾപ്പെടെയുള്ള 6 മാവോയിസ്റ്റുകളാണ് കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.